إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹാദരണീയരായ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്തു അവനെ ഭയപ്പെട്ട് അവനിൽ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടേറെ ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നഹ്ലിലെ 92-ാമത്തെ ആയത്തിൽ നമ്മോട് പറഞ്ഞു, വലാ തകൂനു കല്ലതി നഖദത് ഗസ്ലഹ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസ. ശക്തമായി ഇഴകൾ പിരിച്ചുണ്ടാക്കി നൂൽ നൂറ്റ ഒരുവൾ, അതിനുശേഷം ആ പിരികളെല്ലാം ഉടച്ചുകളഞ്ഞ ഒരുവൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഉപമ പറയുകയാണ് ഈ ആയത്തിൽ. വളരെ കഷ്ടപ്പെട്ട് സമയമെടുത്ത് പരിശ്രമിച്ച് ത്യാഗം സഹിച്ച് ഓരോ ഇഴകളായി നൂൽനൂറ്റ് കയർ പിരിച്ചുണ്ടാക്കിയ ഒരു സ്ത്രീ. അത് പൂർത്തിയായതിനു ശേഷം അതിൻ്റെ ഓരോ ഇഴകളും വളരെ ലാഘവത്തോടെ നിസാരമാക്കി അതിൻ്റെ പിരികൾ ഉടച്ചു കളഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇതുപോലെ നിങ്ങളാകരുത്. പരിശുദ്ധ റമളാനിന് ശേഷം ഈദ് ആഘോഷത്തിന്റെ ആലസ്യത്തിൽ അമർന്നതിന് ശേഷം ശവ്വാലിൽ നമ്മെ തൊട്ടുണർത്തേണ്ടുന്ന മഹത്തായ ചിന്തകൾ പാഠങ്ങളായി സമ്മാനിക്കുന്ന ആയത്താണിത്. റമളാനിലെ ഒരു മാസക്കാലം കഷ്ടപ്പെട്ട് നമ്മൾ നോമ്പെടുത്തു, ഇബാദത്തുകൾ ചെയ്തു, സൽക്കർമ്മങ്ങളിൽ പരിശ്രമിച്ചു, കർമ്മനിരതരായി. റമളാൻ പൂർത്തിയായതോടുകൂടെ ശവ്വാലിലേക്ക്, ഈദിലേക്ക് പ്രവേശിച്ചതോടുകൂടെ ഈദിന്റെ മഹത്തായ സുദിനത്തിൽ തന്നെ നൂൽനൂറ്റ് കഷ്ടപ്പെട്ട് പിരിച്ചുണ്ടാക്കിയ ആ ബലവത്തായ പാശത്തിന്റെ പിരികൾ ഉടച്ചുകളഞ്ഞവരെ പോലെ നമ്മളാകരുത്. റമളാൻ വിടവാങ്ങിയതോടെ മസ്ജിദുകളിൽ നിന്ന് നമ്മൾ വിടവാങ്ങരുത്. റമളാനിൽ നമ്മൾ ഇബാദത്തുകളിൽ കാണിച്ച ഊർജ്ജസ്വലതയും താൽപര്യവും ഈദിന് ശേഷം നമുക്ക് പാഴായി പോകരുത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചുവല്ലോ, അല്ലാഹുവിന് പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രിയങ്കരം അഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹി അദ്വമുഹു വഇൻ ഖല്ല. എത്ര കുറച്ചാണെങ്കിലും ശരി, നിരന്തരമായി സ്ഥിരതയോടെ വെച്ചു പുലർത്തുന്ന പ്രവർത്തനങ്ങളാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. ഏതെങ്കിലും ഒരു കാലത്ത്, ഒരു പ്രത്യേക സീസണിൽ, ഒരു പ്രത്യേക മാസത്തിൽ ആവേശത്തിൽ ധാരാളമായി എന്തെങ്കിലും ചെയ്തു കൂട്ടുക എന്നതല്ല അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടത്. മറിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, സൽക്കർമ്മങ്ങൾ, ഇബാദത്തുകൾ അതെത്ര കുറച്ചാണെങ്കിലും നിരന്തരമായി മരണം വരെ നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുക എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യം.
സഹോദരങ്ങളെ, നമ്മുടെ ദീൻ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം, അതേതെങ്കിലും കാലയളവിൽ സീസണുകളിൽ ബന്ധിക്കപ്പെടേണ്ട ദീനല്ല. ചിലരുടെ ദീൻ അങ്ങനെയാണ്, ചിലരുടെ ആദർശം അങ്ങനെയാണ്. ഏതെങ്കിലും ഒരു മാസത്തിൽ, അതേതെങ്കിലും ഒരു ദിവസത്തിൽ, അതല്ലെങ്കിൽ വർഷങ്ങളിൽ ഏതെങ്കിലും ഒരു ആഘോഷവേളയിൽ മാത്രമാണ് ചിലരുടെ ദീനിന്റെ പ്രകടനങ്ങൾ. പക്ഷെ നമ്മുടെ ദീൻ അങ്ങനെയല്ല. നമ്മുടെ ദീൻ ഇസ്തിഖാമത്തിന്റെ ദീനാണ്, സ്ഥിരതയുടെ ദീനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് ചെയ്യുക എന്നത് ദീനിന്റെ അടിത്തറയാണ്, അല്ല നമ്മുടെ ജീവിത ലക്ഷ്യമാണ്, നമ്മുടെ സൃഷ്ടിപ്പിന്റെ രഹസ്യമാണ്. നമ്മുടെ ദീൻ ദീനുൽ ഇസ്തിഖാമയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് സൂറത്ത് ഹൂദിൽ പറയുന്നു, ഫസ്തഖിം കമാ ഉമിർത, അല്ലാഹുവിന്റെ ദൂതരെ, താങ്കളോട് കൽപ്പിക്കപ്പെട്ടതു പ്രകാരം ദീനിൽ താങ്കൾ സ്ഥിരതയോടെ നിലകൊള്ളുക, നേരായ മാർഗത്തിൽ നേരായി മരണം വരെ താങ്കൾ ചലിക്കുക. വമൻ താബ മഅക്, അതുപോലെ തന്നെ താങ്കളോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തൗബ ചെയ്തവരും സൽക്കർമ്മങ്ങൾ മുഴുകിയവരുമായ മുഅ്മിനീങ്ങളും ആ മാർഗം തന്നെ സ്വീകരിക്കുക. സഹോദരങ്ങളെ, ദീനിൽ നിരന്തരം പരിശ്രമത്തിൽ സൽക്കർമ്മങ്ങളിൽ മുഴുകുക, മരണം വരെ അതിൽ സ്ഥിരതയോടെ നിലകൊള്ളുക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അല്ലാഹുവിന്റെ കൽപ്പനയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഉപദേശം തേടി ഒരു മനുഷ്യൻ വരികയുണ്ടായി. നബിയെ, എനിക്കൊരു വാക്ക് താങ്കൾ പഠിപ്പിച്ചു തരണം. ആ വാക്ക് വളരെ സ്പഷ്ടവും കൃത്യവും വ്യക്തവുമായിരിക്കണം. താങ്കൾ എനിക്ക് ആ വസിയത്ത് കൈമാറിയതിനു ശേഷം അതിനെപ്പറ്റി വേറൊരാളോട് ചോദിക്കേണ്ടാത്ത വിധം കൃത്യമായ, വ്യക്തമായ, സമഗ്രമായൊരു വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനെ ഉപദേശിച്ചു. ഖുൽ ആമൻതു ബില്ലാഹ് സുമ്മ ഇസ്തഖിം, ഞാൻ അല്ലാഹുവിൽ ഈമാനുള്ളവനാണ്, അല്ലാഹുവിലും അവന്റെ റസൂലിലും പരലോകത്തിലും സ്വർഗ്ഗ നരകങ്ങളിലും ഈമാനുള്ള മുഅ്മിനാണ് എന്ന് താങ്കൾ പ്രഖ്യാപിക്കുക. സുമ്മ ഇസ്തഖിം, എന്നിട്ട് ആ പ്രഖ്യാപിച്ച ദീനിൽ നേരെ സ്ഥിരതയോടെ മരണം വരെ നിലകൊള്ളുക. തീർന്നു. എത്ര വ്യക്തമാണ് കാര്യം. മുഅ്മിനീങ്ങളെ, ഈമാനുള്ളവരെ, സ്ത്രീകളെ, പുരുഷന്മാരെ, നമ്മൾ മുഅ്മിനീങ്ങളാണ്, ഈമാനുള്ളവരാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ നാവ് കൊണ്ടത് നമ്മൾ ഉരുവിടുന്നുവെങ്കിൽ, സുമ്മ ഇസ്തഖിം, ആ ഈമാനിൽ, ആ ദീനിൽ മരണം വരെ സ്ഥിരതയോടെ നിറം മാറാതെ നിലകൊള്ളുക. അതിന് മാസമെന്നല്ല, വർഷമെന്നല്ല, രാവെന്നില്ല, പകലെന്നില്ല, ഏതു കാലത്തും നമ്മളതിൽ നേരായി നിലകൊള്ളുക എന്നതാണ് അള്ളാഹുവിന്റെ കൽപ്പന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയ്യത്ത്. അള്ളാഹു പറഞ്ഞില്ലേ, വഅബ്ദുദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, ഉറപ്പായ, സുനിശ്ചിതമായ, അനിഷേധ്യമായ മരണം നിങ്ങളിലേക്ക് എത്തുന്നത് വരെ നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കണം. അതുവരെ നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം, സൽക്കർമ്മങ്ങളിൽ മുഴുകണം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയാണ്. മുൻഗാമികളിൽ ചിലർ പറഞ്ഞതുപോലെ, കുൻ റബ്ബാനിയൻ വലാ തകുൻ റമളാനിയൻ, എല്ലാ കാലത്തും റബ്ബിനെ ഭയന്ന് അവന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുന്ന സ്ഥിരതയുള്ള മുഅ്മിനായി നീ മാറണം. റമളാനിൽ മാത്രം അള്ളാഹുവിനെ പേടിച്ച് റമളാനിൽ മാത്രം നന്മകളിൽ മുഴുകുന്ന, ഇബാദത്തുകളെ, അള്ളാഹുവിനോടുള്ള ഭയത്തെ, പ്രതീക്ഷയെ, സൽക്കർമ്മങ്ങളെ ഒരു മാസത്തിൽ പരിമിതപ്പെടുത്തുന്ന കപടനായി നീ മാറരുത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെയും ആയത്തുകളുടെയും വെളിച്ചത്തിൽ മുൻഗാമികൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, മഹാനായ സ്വഹാബി ഹുദൈഫത്ത് ഇബ്നു യമാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം മരണത്തോടടുത്ത് മരണശയ്യയിൽ കിടക്കവേ മറ്റൊരു ശ്രേഷ്ഠനായ സ്വഹാബി അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിക്കാൻ പോകുകയാണ്. മരണശയ്യയിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് ഉപദേശം തേടുകയാണ്. ഔസിനി, എനിക്ക് വസിയത്ത് നൽകിയാലും. ഹുദൈഫ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അലം യഅതികൽ യഖീൻ, അലം യഅതികൽ യഖീൻ, അല്ലാഹുവിന്റെ ദീനിൽ, പരലോകത്തിൽ, സ്വർഗ്ഗ നരകങ്ങളിൽ മരിക്കുമെന്ന വിഷയത്തിൽ അള്ളാഹുവിന്റെ ദീനിന്റെ അടിസ്ഥാനങ്ങളിൽ താങ്കൾക്ക് ഉറപ്പില്ലേ? താങ്കൾക്ക് യഖീനില്ലേ? സംശയമുണ്ടോ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സത്യം ചെയ്തു പറഞ്ഞു, ബലാ വഇസ്സതി റബ്ബി, എന്റെ റബ്ബിന്റെ ഇസ്സത്ത് തന്നെയാണ് സത്യം.
അല്ലാഹു സത്യം, അതെ, എനിക്ക് ഉറപ്പുണ്ട്, സംശയമില്ല. ഹുദൈഫ റളിയല്ലാഹു അൻഹു അതിനെ മുൻനിർത്തി അദ്ദേഹത്തെ ഉപദേശിക്കുകയാണ്, എങ്കിൽ ഫഇയ്യാക വത്തലവ്വുൻ, ദീനിൽ താങ്കൾ നിറം മാറുന്നത് ശ്രദ്ധിക്കണം. തോന്നുമ്പോൾ തോന്നിയതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇബാദത്ത് ചെയ്യുന്ന, തോന്നുമ്പോൾ അത് ഉപേക്ഷിക്കുന്ന, ദീനിൽ നിറമാറുന്ന അവസ്ഥാന്തരങ്ങൾ സംഭവിക്കുന്ന അവസ്ഥ താങ്കൾ സൂക്ഷിക്കണം. ഫഇന്ന ദീനല്ലാഹി വാഹിദ്, കാരണം അല്ലാഹുവിന്റെ ദീൻ ഒരേ ഒരു ദീനാണ്. ഒരേ ഒരു റബ്ബിനെ മാത്രമാണ് നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത്. നമുക്ക് അവനല്ലാതെ മറ്റൊരു റബ്ബില്ല. അവൻ മാത്രമാണ് ഇബാദത്തിന് അർഹൻ. അവൻ മാത്രമാണ് നമ്മുടെ ഇലാഹ്. അവനല്ലാതെ മറ്റൊരു ഇലാഹില്ല. അവൻ നമുക്ക് കൈമാറിയ ദീൻ ഒരേ ഒരു ദീനാണ്. ഇസ്ലാം, അല്ലാഹുവിൽ സ്വീകാര്യമായ ദീൻ പരിശുദ്ധ ദീനുൽ ഇസ്ലാം മാത്രമാണ്. എല്ലാം ഒന്നാണ്. അതുകൊണ്ട് ആ ദീനിൽ നീ എക്കാലത്തും ഒരുപോലെ നിലകൊള്ളണം. തോന്നുമ്പോൾ നിറം മാറുന്ന, തോന്നുമ്പോൾ നിസ്കരിക്കുന്ന, തോന്നുമ്പോൾ മാത്രം നോമ്പെടുക്കുന്ന, ചില കാലയളവിൽ മാത്രം നന്മകളും സൽക്കർമ്മങ്ങളും പരിമിതപ്പെടുത്തുന്ന, നിറം മാറുന്ന ഓന്തായി നീ മാറരുത് എന്ന് മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു മരണശയ്യയിൽ ശ്രേഷ്ഠനായ മറ്റൊരു സ്വഹാബിയെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ ഉപദേശിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, റമളാനോടുകൂടി നന്മകൾ അവസാനിച്ചിട്ടില്ല. ഇബാദത്തുകൾക്ക് വിരാമം കുറിക്കാനായിട്ടില്ല. നിസ്കാരം ഉപേക്ഷിച്ച് തോന്നുമ്പോൾ സൊല്ലികളാകാൻ നമ്മൾ തീരുമാനമെടുക്കേണ്ടതില്ല. റമളാനിൽ നമ്മൾ മസ്ജിദുകളിൽ ഒഴുകിയെത്തിയതുപോലെ റമളാനിന് ശേഷം അറബിയിൽ കണ്ട വളരെ പോപ്പുലറായ ഒരു സ്റ്റാറ്റസ് വായിക്കാൻ സാധിച്ചു. ആളുകൾക്കിടയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ, മസ്ജിദിൽ ഒരു സഫിൽ പരിമിതമായ, അങ്കുലി പരിമിതമായ ചില ആളുകൾ നിന്ന് നിസ്കരിക്കുന്നു ജമാഅത്തായി. എന്നിട്ട് അതിനൊരു ക്യാപ്ഷൻ, ദഹബൽ ദുയൂഫ് വബഖിയൽ അഹ്ൽ, അതെ, അതിഥികളെല്ലാം തിരിച്ചുപോയി, യാത്രയായി, കുടുംബക്കാർ മാത്രം ബാക്കിയായി. മസ്ജിദിൽ നോക്കൂ നിങ്ങൾ, റമളാനിൽ നിറഞ്ഞു കവിയുകയാണ് ആളുകൾ ഓരോ വഖത്തിനും. എന്നാൽ റമളാൻ അങ്ങ് അവസാനിച്ചതോടുകൂടി, ശവ്വാലിലെ ഹിലാൽ അങ്ങ് കണ്ടതോടുകൂടി മസ്ജിദിൽ അതിഥികളായി എത്തിയവരൊക്കെ യാത്രയായി. മസ്ജിദിൽ എക്കാലത്തും കുടുംബക്കാരെ പോലെ കഴിഞ്ഞ മസ്ജിദിനെ നെഞ്ചേറ്റിയ, അള്ളാഹുവിനുള്ള ഇബാദത്തിലായി മസ്ജിദുകളിൽ ജീവിതം ഒഴിഞ്ഞുവെച്ച ആളുകൾ മാത്രം ബാക്കിയായി. മസ്ജിദിന്റെ അതിഥികളാകരുത് നാം. മസ്ജിദിന്റെ അഹലുകാർ, കുടുംബക്കാരായി മാറണം നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല എക്കാലത്തും പുരുഷന്മാർക്ക് ജമാഅത്ത് നിസ്കാരം സുബ്ഹി മുതൽ ഇശാ വരെ നിർബന്ധമാക്കിയിട്ടുണ്ട്. നിസ്കാരം, ജമാഅത്ത് നിസ്കാരം ഉപേക്ഷിക്കാനായിട്ടില്ല. ജമാഅത്ത് നിസ്കാരം പോയിട്ട് 5 നേരവും കൃത്യമായി സമയത്തിന് നിസ്കരിക്കുന്ന അവസ്ഥ നോക്കൂ നിങ്ങൾ. റമളാൻ അവസാനിച്ചത് 5 or 6 ദിവസങ്ങളായി, അല്ലെങ്കിൽ 4 or 5 ദിവസങ്ങളായി. ശവ്വാലിൽ ഇത്രയും ദിവസം പിന്നിട്ടു. ഓരോ വഖത്തും എങ്ങനെയാണ് നമ്മൾ നിസ്കാരം? ജമാഅത്തിന് നമുക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടോ? ഒരു വഖത്ത് പോലും ഈ കഴിഞ്ഞ റമളാനിന് ശേഷം ഇത്രയും ദിവസം, ഇന്നത്തെ സുബ്ഹ് വരെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കുമോ? സുന്നത്ത് നിസ്കാരങ്ങൾ നമ്മൾ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് നമുക്ക് ആത്മകഥം ചെയ്യാൻ സാധിക്കുമോ? സഹോദരങ്ങളെ, ജമാഅത്ത് നിസ്കാരത്തിൽ എത്തിയവർ തന്നെ വൈകി വന്നിട്ടില്ല. ആദ്യ സഫിൽ ആദ്യ റക്അത്ത് നഷ്ടപ്പെടാതെ ജമാഅത്തിനെ പിന്തുടർന്നു എന്ന് നമുക്ക് മനസ്സിൽ ഉറപ്പിക്കാൻ സാധിക്കുമോ? അതുകൊണ്ട് സഹോദരങ്ങളെ, ഇബാദത്തുകൾ അവസാനിക്കേണ്ടുന്ന സമയമല്ല. ഇബാദത്തുകൾക്ക് ഇസ്ലാമിൽ മരണം വരെ അന്ത്യമില്ല, അവസാനമില്ല. ഖുർആൻ പാരായണം നിലയ്ക്കാറായിട്ടില്ല. റമളാനിൽ ഒരു ജുസ് ഒരു ദിവസം നമ്മൾ പാരായണം ചെയ്തുവെങ്കിൽ, റമളാനിന് ശേഷം ഒരു പേജ് പോലും പാരായണം ചെയ്യാത്ത ദിവസങ്ങൾ ഇത്രയും ദിവസത്തിനൊക്കെ കടന്നുപോയോ? സഹോദരങ്ങളെ, പരിശോധിക്കണം. റമളാനിന് ശേഷം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം റവാത്തിബ് സുന്നത്തുകൾ അതിനു മുൻപും ശേഷവുമായി പഠിപ്പിച്ചതുപോലെ റമളാനിന്റെ റാത്തിബത്തായി ശവ്വാലിൽ 6 നോമ്പ് നമ്മെ പഠിപ്പിച്ചതിന്റെ രഹസ്യം എന്താണ്? പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു, അതിന്റെ രഹസ്യം അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള നന്ദി പ്രകടനമാണ്. റമളാൻ പൂർത്തിയാക്കാൻ, ഈദ് ആഘോഷിക്കാൻ അല്ലാഹു നമുക്ക് കനിജന്നിന്റെ നന്ദി പ്രകടനം ശവ്വാലിൽ 6 നോമ്പിലൂടെ നമ്മൾ പ്രകടിപ്പിക്കണം. രണ്ടാമത്തെ ലക്ഷ്യം തർവീദുൻ നുഫൂസി അലാ മുതാബഅത്തിൽ ഇഹ്സാനി ബിൽ ഇഹ്സാൻ, നന്മകൾ കൊണ്ട് തുടർത്തുക എന്നത് ഒരു മുഅ്മിനിന്റെ നന്മകളുടെ സ്വീകാര്യതയുടെ അടയാളമാണ്. റമളാനിലെ നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിച്ചോ ഇല്ലയോ, അത് പ്രതിഫലാർഹമായോ ഇല്ലയോ എന്ന് നമുക്ക് സ്വയം വിലയിരുത്താനുള്ള അടയാളമാണ് റമളാനിന് ശേഷം നമ്മുടെ ജീവിതം നന്നാകുക, നന്മകളിൽ നിന്ന് നന്മകളിലേക്ക് സഞ്ചരിക്കുക എന്നുള്ളത്. അതിനുള്ള അവസരമാണ്
ശവ്വാലിൽ 6 നോമ്പ്. അതുപോലെ തന്നെ പരിശുദ്ധ റമളാനോടുകൂടി ദീനിന്റെ ഇബാദത്തുകളും നന്മകളും അവസാനിപ്പിക്കേണ്ടതില്ല, അവസാനിക്കുന്നില്ല എന്ന മഹത്തായ പാഠം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ അല്ലാഹുവിനുള്ള ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും കാലപരിമിതിയുള്ളതല്ല, അതിനെ ഏതെങ്കിലും സാഹചര്യത്തിൽ മാത്രം പരിമിതപ്പെടുത്തേണ്ടതല്ല. അല്ലാഹു പറഞ്ഞുവല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ ഇർകഉ വസ്ജുദു വഅബ്ദു റബ്ബക്കും. മുഅ്മിനീങ്ങളെ, ഈമാനുള്ളവരെ, നിങ്ങൾ റുക്കൂഅ് ചെയ്യുക, നിങ്ങൾ സുജൂദിലാകുക, നിങ്ങൾ അല്ലാഹുവിനെ നിങ്ങളുടെ റബ്ബിനെ ഇബാദത്ത് ചെയ്യുക. വഫ്അലുൽ ഖൈറ ലഅല്ലക്കും തുഫ്ലിഹൂൻ. എക്കാലത്തും നിങ്ങൾ നന്മകൾ പ്രവർത്തിക്കുക, നിങ്ങൾ വിജയം കൈവരിക്കാൻ വേണ്ടി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ ശവ്വാലിൽ 6 നോമ്പിനെ പറ്റി, മൻ സ്വമ റമളാന ثم أتبعه 6 من شوال كان كصيام الدهر. ആരെങ്കിലും റമളാനിൽ പൂർത്തിയായി നോമ്പ് അനുഷ്ഠിക്കുകയും ശേഷം ശവ്വാലിൽ 6 നോമ്പുകൾ അനുഷ്ഠിക്കുകയും ചെയ്താൽ ഒരു വർഷം മുഴുവൻ, ആ വർഷം മുഴുവൻ നോമ്പ് അനുഷ്ഠിച്ച പ്രതിഫലം, ആ വർഷം മുഴുവൻ ഏത് നോമ്പ്, ഫർള് നോമ്പ് അനുഷ്ഠിച്ച പ്രതിഫലം ലഭിക്കുമെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. ഒരു വർഷക്കാലം മുഴുവൻ നിർബന്ധമായ നോമ്പ് അനുഷ്ഠിച്ച പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തുമെന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. നോക്കൂ നിങ്ങൾ, ശവ്വാലിലെ 6 നോമ്പ് എന്ന് പറഞ്ഞാൽ ഈദിന് ശേഷം ശവ്വാൽ 2 മുതൽ തുടർച്ചയായി 6 നോമ്പുകൾ അനുഷ്ഠിക്കുക എന്നതാണ് അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ രൂപം. അത് തന്നെയാണ് നന്മകളിൽ നിന്ന് നന്മകളിലേക്ക് തിടുക്കപ്പെട്ടു പോകാൻ നമുക്ക് സാധിക്കുന്ന അതിന്റെ അടയാളമായി മനസ്സിലാക്കാവുന്ന ഇതിന്റെ ശ്രേഷ്ഠമായ തലം. അതല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശാലത നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഈ ഹദീസിന്റെ പ്രയോഗത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ശവ്വാലിൽ ഈ 6 നോമ്പുകളുടെ നിയ്യത്തിൽ ശവ്വാൽ മാസം പൂർത്തിയാകുന്നതിന് മുമ്പ് നമ്മൾ അതെടുത്താൽ മതി. തുടർച്ചയായി എടുക്കണമെന്നില്ല, തുടർച്ചയായി തുടക്കത്തിൽ തന്നെ എടുക്കലാണ് ശ്രേഷ്ഠം. സാധിച്ചില്ലെങ്കിൽ ശവ്വാൽ മാസം പൂർത്തിയാകുന്നതിന് മുമ്പ് അടുപ്പിച്ചോ ഇടവിട്ടോ ഈ 6 നോമ്പുകൾ നമുക്ക് എടുക്കാവുന്നതാണ് ഈ നിയ്യത്തിൽ. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നോമ്പിന്, ഒരു നന്മക്ക് അവൻ ചുരുങ്ങിയത് 10 ഇരട്ടി പ്രതിഫലമാണ് രേഖപ്പെടുത്തുക. അവിടുന്ന് അങ്ങോട്ട് 700 ഇരട്ടി വരെ. റമളാൻ മാസം 30 ദിവസം അല്ലെങ്കിൽ ഒരു മാസക്കാലം നോമ്പനുഷ്ഠിച്ചാൽ ഒരു നോമ്പിന് ചുരുങ്ങിയത് 10 ഇരട്ടി. അപ്പൊ 30 നോമ്പെടുത്താൽ എത്ര നോമ്പിന്റെ പ്രതിഫലമാണ്? 300 നോമ്പിന്റെ പ്രതിഫലം. ഒപ്പം 6 നോമ്പ് കൂടി ശവ്വാലിൽ അനുഷ്ഠിച്ചാൽ ഒരു നോമ്പിന് ചുരുങ്ങിയത് 10 ഇരട്ടി പ്രതിഫലം. 60 നോമ്പിന്റെ പ്രതിഫലം. 300 പ്ലസ് 60 360, ഏകദേശം ഒരു വർഷക്കാലം നോമ്പെടുത്ത പ്രതിഫലം. ഈ ഹദീസിന്റെ പാഠങ്ങളിൽ ഒന്നതാണ്. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ പഠിപ്പിച്ചതുപോലെ എന്റെ ഖലീലായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് വസിയത്തായി നൽകിയ 3 കാര്യങ്ങൾ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം ഞാൻ അത് ഉപേക്ഷിച്ചിട്ടില്ല. എന്നോട് ഉപേക്ഷ വരുത്തരുത് എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് നൽകിയ വസിയത്തുകൾ. ഒന്നാമതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കേൾപ്പിച്ചു, സിയാമു 3 അയ്യാമിൻ മിൻ കുല്ലി ശഹർ. എല്ലാ മാസത്തിലെയും 3 ദിവസത്തെ നോമ്പ്. എല്ലാ മാസവും 3 ദിവസം നോമ്പ് അനുഷ്ഠിക്കുക. നോക്കൂ നിങ്ങൾ, ഓരോ മാസത്തിലും നമ്മൾ 3 ദിവസം നോമ്പ് അനുഷ്ഠിക്കുകയാണെങ്കിൽ ആ മാസം മുഴുവൻ നോമ്പെടുത്ത കൂലിയാണ്. ഒരു നോമ്പിന് 10 നോമ്പിന്റെ പ്രതിഫലം, 10 ഇരട്ടി പ്രതിഫലം. അങ്ങനെ 3 നോമ്പെടുത്താൽ 30 നോമ്പിന്റെ പ്രതിഫലം. ഓരോ മാസവും 3 നോമ്പ്. അത് അയ്യാമുൽ ബീദ് തന്നെ ആകണമെന്നില്ല. ഓരോ മാസത്തിലെയും അറബി മാസത്തിലെയും 13, 14, 15 ദിവസങ്ങൾ തന്നെ ആകണമെന്നില്ല. ഏതെങ്കിലും ഒരു 3 ദിവസം ഈ നിയ്യത്തിൽ നമ്മൾ നോമ്പനുഷ്ഠിച്ചാൽ ആ മാസം മുഴുവൻ നോമ്പെടുത്ത കൂലിയാണ്. ഇതിനു പുറമെ നമുക്ക് ഇബാദത്തുകളുടെ വർധനവ്, പ്രതിഫലത്തിലെ ബോണസ് കൈക്കൊള്ളാൻ സാധിക്കുന്ന മഹത്തായ നന്മയുടെ വാതായനങ്ങളാണിത്. അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉപദേശിച്ചു, വസലാത്തുൽ ളുഹാ, ളുഹാ നിസ്കാരം 2 റക്അത്ത് സൂര്യൻ ഉദിച്ചുയർന്ന് സൂര്യോദയത്തിന് ശേഷം ഒരു 15 20 മിനിറ്റ് കാത്തിരുന്ന് നമ്മൾ നിസ്കരിക്കുന്ന ഇസ്റാഖിന്റെ നിസ്കാരം, സ്വലാത്തുൽ ഇസ്റാഖ്, അതുമുതൽ അതാണ് ളുഹാന്റെ ആദ്യ സമയം. ഒരാൾ ളുഹാ നിസ്കാരത്തിന്റെ നിയ്യത്തിൽ സുബഹി നിസ്കാര ശേഷം ഉദയം വരെ ഇരുന്ന് ഉദയത്തിന് ശേഷം ഒരു 15 20 മിനിറ്റ് മസ്ജിദിൽ കാത്തിരുന്ന് 2 റക്അത്ത് നിസ്കരിച്ചാൽ, അത് ളുഹായുടെ നിയ്യത്തിൽ നിസ്കരിച്ചാൽ ളുഹാ നിസ്കാരത്തിന്റെ പ്രതിഫലം ലഭിക്കും. അതിന് സ്വലാത്തുൽ ഇസ്റാഖ് എന്ന പേര് ലഭിച്ചത് ളുഹായുടെ ആദ്യ സമയത്ത്, ഇസ്റാഖിന്റെ സമയത്ത് നിർവഹിക്കുന്നത് കൊണ്ടാണ്. ഒരു 2 റക്അത്ത് സ്വലാത്തുൽ ളുഹ നിസ്കരിച്ചാൽ അതിന്റെ സമയം
സൂര്യൻ മധ്യാഹ്നത്തിലെത്തുന്ന ളുഹ്ർ ബാങ്കിന് ഏകദേശം 15-20 മിനിറ്റ് മുമ്പ് വരെ നീളുന്ന ആ പകലിന്റെ പീക്ക് ടൈമാണ്. ആ സമയത്ത് ഒരു 2 റക്അത്ത് നിസ്കരിച്ചാൽ നമ്മുടെ ശരീരത്തിലെ മുഴുവൻ എല്ലുകൾക്കും സന്ധികൾക്കുമുള്ള സ്വതക്കയാണത്. യാ സുബ്ഹാനല്ലാഹ്, എങ്ങനെ നമുക്കത് പാഴാക്കാൻ സാധിക്കും? സഹോദരങ്ങളെ, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുത്ത 3ാമത്തെ വസിയത്ത് വഅല്ല അനാമ ഹത്താ ഊതിർ, ഉറങ്ങുന്നതിന് മുമ്പ് വിത്ർ നിസ്കരിക്കാനും എന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചു. സഹോദരങ്ങളെ, പരിശുദ്ധ റമളാനിൽ എല്ലാ ദിവസവും തറാവീഹ് നിസ്കരിച്ചവരാണ് നമ്മൾ. 11 റക്അത്ത്. ഒരു 3 റക്അത്ത് ഉറങ്ങുന്നതിന് മുമ്പ് വിത്ർ നിസ്കരിക്കാൻ എത്ര സമയം വേണം? തഹജ്ജുദിന്റെ സമയത്ത്, അത്താഴ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കാൻ സാധിക്കില്ല, ക്ഷീണം എന്നെ അലട്ടും, ഉറക്കത്തിൽ ഞാൻ അമരും എന്ന് ഭയക്കുന്നവർ ഇശാ നിസ്കരിച്ച ശേഷം ഒരു 3 റക്അത്ത് സുന്നത്ത് വിത്ർ നിസ്കരിച്ചു നോക്കൂ. അത് ശീലിക്കൂ. വിത്ർ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, നന്മകൾക്ക് വിരാമം കുറിക്കാൻ സമയമായിട്ടില്ല. മരണം വരെ നമ്മൾ നന്മയിൽ സ്ഥിരതയോടെ തുടരണം. അതിനും പുറമെ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമുള്ള സുന്നത്ത് നോമ്പ് ആർക്കാണ് അറിയാത്തത്? അമലുകൾ ആഴ്ചകളിൽ, ദിവസങ്ങളിൽ ഉയർത്തപ്പെടുന്ന ദിവസങ്ങളാണ് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും. അന്ന് നോമ്പുകാരനായിരിക്കെ എന്റെ അമലുകൾ ഉയർത്തപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മിപ്പിച്ചു. അതുകൊണ്ട് നോമ്പ് അവസാനിച്ചിട്ടില്ല, നിസ്കാരം അവസാനിച്ചിട്ടില്ല, ഇബാദത്തുകൾക്ക് വിരാമം കുറിക്കാൻ സമയമായിട്ടില്ല. മുൻഗാമികൾപ്പെട്ട അൽ ഹസൻ ഇബ്നു സ്വാലിഹ് റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന് ഒരു അടിമ സ്ത്രീ ഉണ്ടായിരുന്നു, ഒരു ഭൃത്യ, അദ്ദേഹത്തിന്റെ വേലക്കാരിയായ ഒരു സ്ത്രീ. അവരെ അദ്ദേഹം മറ്റൊരാൾക്ക് വിറ്റു. പണ്ടത്തെ കാലത്ത് നിങ്ങൾക്കറിയാം, അടിമ സമ്പ്രദായം നിലനിന്നിരുന്ന കാലഘട്ടമാണ്. ആ പശ്ചാത്തലത്തിൽ തനിക്കുണ്ടായിരുന്ന അടിമയെ അദ്ദേഹം വിറ്റു. അങ്ങനെ അവർ പുതിയ ഉടമസ്ഥന് കീഴിൽ പുതിയ വീട്ടിൽ താമസമായി. അങ്ങനെ രാത്രി ഇരുട്ടി, രാത്രി പാതിരാ പിന്നിട്ടു. ആ സ്ത്രീ, അടിമ സ്ത്രീ, അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചിരുന്ന ഒരു മുഅ്മിനത്തായ സ്ത്രീയായിരുന്നു. അവർ എഴുന്നേറ്റു. എന്നിട്ട് കുടുംബക്കാരെ വിളിച്ചു, ആ പുതിയ വീട്ടുകാരെ വിളിച്ചു. യാ അഹ്ലൽ ബൈത്ത് അസ്സലാ അസ്സലാ, വീട്ടുകാരെ എഴുന്നേൽക്കൂ, ഇതാ നിസ്കാരം. അവർ ചോദിച്ചു, ത്വല അൽ ഫജ്ർ, സുബിയായോ? സുബി വാങ്ങെടുത്തോ? സുബി നിസ്കരിക്കാനാണോ ഈ വിളിക്കുന്നത്? ആ സ്ത്രീ പറഞ്ഞു, ഖാലത് വഅൻതും ലാ തുസല്ലൂന ഇല്ലൽ മക്തൂബ, നിങ്ങൾ ഫർളല്ലാതെ മറ്റൊന്നും നിസ്കരിക്കൂല അല്ലേ? സുബിക്കല്ല വിളിച്ചത്, തഹജ്ജുദിനാണ് വിളിച്ചത്. അപ്പൊ സുബിക്കാണോ ഈ വിളിക്കുന്നത് എന്ന ചോദ്യത്തിന് അവർ മറുപടി പറഞ്ഞു, നിങ്ങൾ ഫർളല്ലാത്ത മറ്റൊന്നും നിസ്കരിക്കാത്ത കൂട്ടരാണോ? നോക്കൂ നിങ്ങൾ. എന്നിട്ട് അടിമ സ്ത്രീ പിറ്റേന്ന് തന്നെ തന്റെ പഴയ യജമാനെ തേടിപ്പോയി. ഹസൻ ഇബ്നു സ്വാലിഹ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് പറഞ്ഞു എന്നാണ്, ബിഅ്തനി ഇലാ ഖൗമിൻ ലാ യുസല്ലൂന ഇല്ലൽ മക്തൂബ, ഫർളല്ലാത്ത മറ്റൊന്നും നിസ്കരിക്കാത്ത, തഹജ്ജുദ് പോലും നിസ്കരിക്കാത്ത ഈ ഖൗമിന്റെ അടുക്കലേക്കാണോ നിങ്ങൾ എന്നെ വിറ്റു പറഞ്ഞയച്ചത്? അതുകൊണ്ട് റുദ്ദനി, ആ വില തിരിച്ചു കൊടുത്ത് എന്നെ തിരിച്ചു വാങ്ങൂ എന്നവർ പറഞ്ഞു എന്നാണ്. മുൻഗാമികളുടെ കാലഘട്ടത്തിൽ അടിമകളുടെ, ഭൃത്യന്മാരുടെ, സേവകരുടെ, വേലക്കാരുടെ ഇബാദത്തിന്റെ മാതൃക ഇതാണെങ്കിൽ സഹോദരങ്ങളെ, അവരെയാണ് നമ്മൾ അനുഗമിക്കുന്നത്. അവർക്ക് പിന്നാലെയാണ് നമ്മൾ സ്വർഗത്തിലേക്ക് താനേ നടന്നെടുക്കേണ്ടത്. ഒറ്റയ്ക്ക് കബറിൽ ചെന്ന് കിടക്കേണ്ടത് ഈ അമലുകളുമായിട്ടാണ്. അതുകൊണ്ട് ഇബാദത്തുകൾക്ക് അന്തമില്ല. ഐച്ഛികമായ ഇബാദത്തുകളോട് വരെ ഇത്രയും പ്രതിബദ്ധതയും താൽപര്യവും അഭിമാന്യയും കാത്തുസൂക്ഷിച്ച നമ്മുടെ മുൻഗാമികൾ അടിമകളുടെ മാർഗമെങ്കിലും സ്വീകരിച്ച് അവരെ മാർഗമെങ്കിലും ഉൾക്കൊണ്ട് ഫർള് കാര്യങ്ങൾ ഫർളിന്റെ ഇബാദത്തുകൾ വരെ, ഫർളായ ഇബാദത്തുകളോട് വരെ ഇങ്ങനൊരു സമീപനം നമ്മുടെ ഉമ്മത്ത് വെച്ച് പുലർത്തിയിരുന്നെങ്കിൽ എന്നാശിച്ചു പോകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറല്ലാഹി അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസൈക്കും ഇയായ ഥാനിയം ബിതഖ്വല്ലാഹ്. സഹോദരങ്ങളെ, സലഫുകളിൽപ്പെട്ട മഹാനായ ബിശ്റുൽ ഹാഫി റഹിമഹുല്ലാഹ്, അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്തിലായി, സൽക്കർമ്മങ്ങളുടെ പരിശ്രമത്തിലായി റമളാനിൽ മാത്രം കഴിഞ്ഞുകൂടിയവർ, ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും നന്മകളും റമളാനിൽ മാത്രം പരിമിതപ്പെടുത്തിയവർ, റമളാനിന് ശേഷം അലസതയിലും മടിയിലും ആണ്ടുപോയവർ,
എന്താണ് അവരെ പറ്റി താങ്കൾക്ക് പറയാനുള്ളത്? അദ്ദേഹം പറഞ്ഞു, ബിഅ്സൽ ഖൗം ലാ യഅരിഫൂന അല്ലാഹ ഹഖ്ഖൻ ഇല്ലാ ഫി റമളാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ, അവനോടുള്ള ബാധ്യതയെ, ഹക്കുകളെ റമളാനിൽ മാത്രം അറിഞ്ഞ, റമളാനിൽ മാത്രം പരിമിതപ്പെടുത്തിയ എത്ര നീചരാണവർ, എത്ര വൃത്തികെട്ടവരാണവർ എന്നവരെ കുറിച്ച് പറയുകയാണ്. ഈ അവസ്ഥയിലാണോ നമ്മൾ? ഈ നീചരുടെ കൂട്ടത്തിലാണോ നമ്മൾ? റമളാനിലെ റബ്ബ് തന്നെയാണ് ശവ്വാലിലെയും റബ്ബ്. ഇലാ യൗമിൽ ഖിയാമ അവൻ തന്നെയാണ് എക്കാലത്തും ലോകരുടെ റബ്ബ്, എന്നെന്നും ജീവിച്ചിരിക്കുന്ന റബ്ബ്, ഉറങ്ങാത്ത മയങ്ങാത്ത ക്ഷീണം ബാധിക്കാത്ത റബ്ബ്. കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ, ദിവസവും അടിമകളുടെ കാര്യനിർവഹണം ഏറ്റെടുത്ത്, വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയുൽ അലീം, ആകാശഭൂമികളുടെ സംരക്ഷണം ഒരു പ്രയാസവും ഏൽപ്പിക്കാത്ത ഉന്നതനായ പരമോന്നതനായ മഹാനായ റബ്ബ്. അതുകൊണ്ട് സഹോദരങ്ങളെ, റമളാനിൽ മാത്രം ആ റബ്ബിലേക്ക് തിരിയുന്ന, ആ റബ്ബിനെ തിരിച്ചറിയുന്ന, ആ റബ്ബിനോടുള്ള ഹക്കുകൾ വകവെച്ചു കൊടുക്കുന്ന ഖബറമുഖന്മാരായി നേരത്തെ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞത് നിങ്ങൾ കേട്ടുവല്ലോ. റമളാനിൽ മാത്രം അല്ലാഹുവിന് വേണ്ടി ഇബാദത്തുകൾ മാറ്റിവെക്കുന്ന, നിറം മാറുന്നവരായി നമ്മൾ മാറരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. മഹാനായ മുൻഗാമികളിൽപ്പെട്ട അബൂബക്കർ ഇബ്നു അയ്യാഷ് റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്, നിന്റെ ജീവിതത്തിൽ ഒരു നിമിഷവും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് ചെയ്യാൻ, ഒരു നന്മ സമ്പാദിക്കാൻ നീ പാഴാക്കരുത്. ഒരു നിമിഷം പോലും നീ വെറുതെയാക്കരുത്. റമളാനിൽ എന്ന് മാത്രമല്ല, നിന്റെ ജീവിതകാലം മുഴുവൻ. എന്നിട്ട് അദ്ദേഹം പറയാണ്, ലൗ സഖത മിൻ അഹദികും ദിർഹമുൻ ലവല്ല യൗമുഹു യഖൂൽ ഇന്നാ ലില്ലാഹി ദഹബ ദിർഹമി. നിങ്ങളിൽ ഒരാൾ അവന്റെ നിത്യജീവിതത്തിൽ ഒരു ദിവസം ഒരു ദിർഹം അവന് പാഴായാൽ, ഒരു രൂപ അവന് നഷ്ടം സംഭവിച്ചാൽ, അവൻ ആ നഷ്ടത്തിന്റെ പേരിൽ ഖേദിക്കും. എന്റെ ഒരു രൂപ പോയല്ലോ, എന്റെ ഒരു ദിർഹം പാഴായല്ലോ. അവൻ പരിതപിക്കും, അവൻ വിഷമിക്കും. വഹുവ യദ്ഹബു ഉംറുഹു വലാ യഖൂലു ദഹബ ഉംരി. ദിവസവും ദിനരാത്രങ്ങളിലൂടെ അവന്റെ ആയുസിന്റെ ഏടുകൾ കൊഴിഞ്ഞു പോകുകയാണ്. അവന്റെ അവധിയുടെ ഇലകൾ അത് വാടിത്തളർന്ന് നാമാവശേഷമാകുകയാണ്. ആയുസ് അവന്റെ ജീവിതത്തിൽ നടന്നു പോകുകയാണ്. അവനാരും പറയുന്നില്ല, ദഹബ ഉംരി, എന്റെ ആയുസിൽ ഒരു ദിവസമാണല്ലോ പോയത്, എന്റെ ആയുസിൽ ഒരു രാത്രിയാണല്ലോ, ഒരു പകലാണല്ലോ ഈ പോയത് എന്നവരാരും പറയുന്നില്ല. വഖദ് കാന ലില്ലാഹി അഖ്വാമുൻ യുബാദിറൂന അൽ-ഔഖാദ് വയഹ്ഫളൂന അസ്-സആഅത് വയുലാസിമൂനഹാ ബിത്ത്വആത്. അല്ലാഹുവിനെ ശ്രേഷ്ഠരായ ചില അടിമകൾ ഉണ്ടായിരുന്നു. നമ്മുടെ മുൻഗാമികൾ, സലഫു സ്വാലിഹീങ്ങൾ, സഹാബത്ത്. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടിയുള്ള നന്മകളിൽ മത്സരിച്ചവരായിരുന്നു. ഒരു സമയവും പാഴാക്കാതെ തിരക്കിട്ട് മുന്നേറിയവരായിരുന്നു. അവർ സമയങ്ങളെ ഇബാദത്തുകൾ കൊണ്ട് പരിരക്ഷിച്ചവരായിരുന്നു. അവർ അല്ലാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുന്ന ഇസ്തിഖാമത്തിൽ നിരന്തരം സ്ഥിരതയോടെ നിലകൊണ്ടവരായിരുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ ഭൃത്യനായ നാഫിഅ ഒരിക്കൽ പറയുകയാണ്, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ മുത്തബിഉ സുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ജീവിതത്തിൽ ഒപ്പിയെടുത്തവൻ എന്ന സ്ഥാനപ്പേര് നൽകപ്പെട്ട മഹാനായ സ്വഹാബി. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു യാത്രയിൽ നോമ്പെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. വലാ മുഫ്തിറൻ ഫി ഹദരി, അദ്ദേഹം നാട്ടിലുണ്ടെങ്കിൽ നോമ്പ് ഉപേക്ഷിക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല. സുന്നത്ത് നോമ്പുകൾ അത്രമേൽ അദ്ദേഹം അധികരിപ്പിക്കാറുണ്ടായിരുന്നു എന്നാണ്. താബിഈയായ സാബിത്തുൽ ബുനാനി റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്, മാ തറക്തു ഫിൽ മസ്ജിദ് സാദിനതൻ ഇല്ലാ വഖതംതുൽ ഖുർആൻ ഇൻദഹാ. മസ്ജിദുകളിൽ, അല്ലാഹുവിന്റെ മസ്ജിദുകളിൽ എവിടെയെങ്കിലും ഒരു തൂണുണ്ടെങ്കിൽ ആ തൂണിനരികിൽ ഇരുന്ന്, ആ തൂണിന്റെ ചാരത്തിരുന്ന് അല്ലാഹുവിന്റെ കലാം പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായി പാരായണം ചെയ്യാത്ത ഒരു തൂണും മസ്ജിദുകളിൽ, അദ്ദേഹം പോയിരുന്ന മസ്ജിദുകളിൽ കാണാൻ സാധിക്കുകയില്ല എന്നാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. മുൻഗാമികൾ ചിലർ പറഞ്ഞു, ഓരോ ദിവസവും 1000 റക്അത്ത്, 1000 ആയത്തുകൾ പാരായണം ചെയ്ത് ഞാൻ രാത്രി നിന്ന് നിസ്കരിക്കാറുണ്ടായിരുന്നു. ഒരു റക്അത്തിൽ സൂറത്തുൽ ബഖറയോളം ദൈർഘ്യം പാരായണം ചെയ്ത് ഞാൻ രാത്രി നിസ്കരിക്കാറുണ്ടായിരുന്നു. മുൻഗാമികൾ ചിലർ അവരുടെ ചെറുപ്രായക്കാരെ തൊട്ടുണർത്താറുണ്ടായിരുന്നു ഇബാദത്തുകൾക്കുള്ള പ്രോത്സാഹനമായി. ഈ സംഭവങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ട് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ പറയുന്നു, സലഫു സ്വാലിഹീങ്ങൾ അവരുടെ ഇബാദത്തിന്റെ പൊതു സ്വഭാവത്തിൽപ്പെട്ടതായിരുന്നു ആഴ്ചയിൽ ഒരിക്കൽ ഖുർആൻ മുഴുവൻ ഖത്തം ഓതി തീർക്കുക എന്നുള്ളത്. ആഴ്ചയിൽ ഒരിക്കൽ അവരുടെ പൊതു സമ്പ്രദായമായിരുന്നു. റമദാനിലോ
ചിലപ്പോൾ ഒരു ദിവസം തന്നെ 1, 2 അതിലധികവും അവർ ഖത്തമോതി തീർക്കാറുണ്ടായിരുന്നു. റമദാനിലല്ലാത്തപ്പോൾ ആഴ്ചയിലൊരിക്കൽ അവരിലധിക പേരും അവരുടെ പൊതു നടപടിയായിരുന്നു ഖുർആൻ ഖത്തമോതി തീർക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ അംർ ഇബ്നു ഹാനി റഹിമഹുല്ലാഹ്, അദ്ദേഹം എപ്പോഴും അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്ന വ്യക്തിയായിരുന്നു. സഹോദരങ്ങളെ, നമ്മൾ എവിടെയാണെങ്കിലും ഏതവസ്ഥയിലാണെങ്കിലും, ജോലിയിലാണെങ്കിലും യാത്രയിലാണെങ്കിലും ഡ്രൈവിംഗിലാണെങ്കിലും പണിത്തിരക്കിലാണെങ്കിലും നമ്മുടെ നാവ് ചലിപ്പിച്ചാൽ എത്ര ദിക്റുകളുടെ പ്രതിഫലമാണ് നമുക്ക് വാരിക്കൂട്ടാൻ സാധിക്കുക. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ ദിക്റുകൾ അറിയാത്തവരാരാണുള്ളത്? കണക്കില്ലാതെ എണ്ണമില്ലാതെ എപ്പോഴും നമുക്ക് ചൊല്ലിക്കൂടെ? മഹാനായ അംർ ഇബ്നു ഹാനി റഹിമഹുല്ലാഹ്, അദ്ദേഹം എപ്പോഴും ഇങ്ങനെ ദിക്ർ ചെയ്യുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഒരു ദിവസം എത്ര തസ്ബീഹ് ചൊല്ലും? അദ്ദേഹം പറഞ്ഞു, 100,000 ഇല്ലാ മാ തുഖ്തിഉൽ അസാബി. എന്റെ വിരലുകൾക്ക് പിഴച്ചിട്ടില്ലെങ്കിൽ ഒരു ദിവസം ഞാൻ 1,00,000 തസ്ബീഹ് അള്ളാഹുവിന് വേണ്ടി ചൊല്ലാറുണ്ടായിരുന്നു എന്ന്. ഒരു 100 തസ്ബീഹ് ചൊല്ലാൻ നമുക്ക് എത്ര സമയം വേണം? നമുക്ക് എത്ര പ്രയത്നം വേണം? ശീലമാക്കിക്കൂടെ? മഹാനായ മൻസൂർ ഇബ്നു മുഅ്തമിർ റഹിമഹുല്ലാഹ്, അദ്ദേഹം 40 വർഷം തുടർച്ചയായി രാത്രി നിസ്കാരം ഒഴിവാക്കാത്തവനായിരുന്നു. രാത്രി സജീവമാക്കി നിസ്കരിച്ചിരുന്നവരായിരുന്നു അദ്ദേഹം. അങ്ങനെ ഒരു രാത്രി, മിക്ക രാത്രികളും അദ്ദേഹം കരച്ചില്ലായിരിക്കും. 40 വർഷം ആലോചിക്കണം നിങ്ങൾ. ഫർള് നിസ്കാരത്തെ പറ്റിയല്ല പറഞ്ഞത്. തഹജ്ജുദ് ഒഴിവാക്കാത്ത മനുഷ്യൻ, അദ്ദേഹം രാത്രി നിസ്കാരത്തിൽ നിന്ന് കരയുകയാണ്. രാത്രി നിസ്കാരത്തിന് ശേഷം കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. ഉമ്മ ഇത് കണ്ടിട്ട് എഴുന്നേറ്റ് വന്നു. യാ ബനി ഖതൽത ഖതീലൻ, മോനെ നീ വല്ലവരെയും കൊന്നോ? നിനക്കെന്തെങ്കിലും കയ്യബദ്ധം സംഭവിച്ചോ? എന്തിനാണ് ഈ കരയുന്നത്? രാത്രി മുഴുവൻ നിസ്കരിച്ചിട്ടും. അദ്ദേഹം പറഞ്ഞു, അന അഅലമു ബിമാ സനഅതു ബിനഫ്സി, എനിക്കറിയാം എന്റെ കരങ്ങൾ കൊണ്ട് ഞാൻ പ്രവർത്തിച്ച തിന്മകൾ എന്താണെന്ന്. എനിക്ക് തിരിച്ചറിവുള്ളത് കൊണ്ടാണ് ഉമ്മ ഞാൻ ഈ കരയുന്നത് എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു എന്നാണ്. അബൂബക്കർ ഇബ്നു അയ്യാസ് റഹിമഹുല്ലാഹ്, നേരത്തെ പറഞ്ഞു ഞാൻ, അദ്ദേഹം മരണത്തോടടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരി അദ്ദേഹത്തിന്റെ അരികിൽ വന്ന് കരയാണ്. അബൂബക്കർ ഇബ്നു അയ്യാസ് റഹിമഹുല്ലാഹ് തന്റെ സഹോദരിയെ ആശ്വസിപ്പിക്കുകയാണ്. എന്തിന് നീ കരയണം? എന്റെ പരലോകത്തെ കുറിച്ച് ഓർത്ത് നീ കരയരുത്. ദുനിയാവിൽ വിട്ടേച്ചു പോകുന്നതിനെ കുറിച്ച് ഓർത്ത് എനിക്ക് വിഷമമില്ല. ലാ തബ്കി. എന്നിട്ട് അദ്ദേഹം തന്റെ വീടിന്റെ ഒരു മൂലയിലേക്ക് ചൂണ്ടി പറഞ്ഞു, എന്റെ സഹോദരി, ഇന്നഹു ഖദ് ഖതമ അഖൂക ഫി ഹാദിഹി സാവിയ 18,000 ഖത്മത്തിൻ. ഇതാ നമ്മുടെ വീടിന്റെ ഈ മൂലയിൽ ഞാൻ 18,000 പ്രാവശ്യം ആ മൂലയിലിരുന്ന് അള്ളാഹുവിന്റെ കലാം പരിപൂർണമായി പാരായണം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആയുസ്സിനടക്കം 18,000 പ്രാവശ്യം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഞാൻ അവസാനിപ്പിക്കുകയാണ് സഹോദരങ്ങളെ. മുൻഗാമികളിൽ ചിലർ പറഞ്ഞൊരു വാക്കുകൂടി സൂചിപ്പിച്ചുകൊണ്ട്, സുമിദ്ദുന്യ വജഅൽ ഫിത്രകൽ മൗത്ത്. ദുനിയാവിൽ നീ ജീവിക്കുന്നിടത്തോളം നീ നോമ്പനുഷ്ഠിക്കുക. കേവല ശരീരത്തിന് നൽകുന്ന നോമ്പല്ല, നിന്റെ കണ്ണിനും കാതിനും നിന്റെ ചിന്തക്കും വാക്കിനും പ്രവർത്തിക്കും അള്ളാഹു വിലക്കിയ ഹറാമുകളിൽ നിന്ന് സന്ധിയില്ലാ സമരം പ്രഖ്യാപിക്കുന്ന വ്രതം നിന്റെ ജീവിതം കൊണ്ട് നീ അനുഷ്ഠിക്കുക. വജഅൽ ഫിത്രകൽ മൗത്ത്. ഹറാമുകളിൽ നിന്ന് നന്മകളിൽ നിന്ന് വിരാമം കുറിക്കുന്ന നിന്റെ ഫിത്തറിന്റെ ദിവസം, നിന്റെ പെരുന്നാൾ ദിവസം, നിന്റെ മരണ ദിവസം വരെ ആക്കുക. അദ്ദുനിയ കുല്ലഹാ ശഹ്റു സിയാമിൽ മുത്തഖീൻ യസൂമൂന ഫീഹി അൻ ശഹവാതിൽ മുഹറമാത്ത്. ദുനിയാവ് മുഴുവൻ മുത്തഖീങ്ങളുടെ നോമ്പുകാലമാണ്. സകല ദേഹേച്ഛകളിൽ നിന്നും ഹറാമുകളിൽ നിന്നും അവർ ഒഴിച്ചു നിർത്തുന്ന നോമ്പുകാലം ദുനിയാവിൽ മുഴുവൻ ഒരു മുഅ്മിനുണ്ട്. ഫഇദാ ജാഅഹുൽ മൗത്ത്, അങ്ങനെ മരണമെത്തിയാൽ ഫഖദ് ഇൻഖളാ ശഹ്റു സിയാമിഹിം, അവരുടെ നോമ്പുകാലം അത് അവസാനിക്കുകയാണ്. മരിക്കുന്നത് വരെ നമ്മുടെ നോമ്പുകാലം തുടരുകയാണ്. വസ്തഹല്ലു ഈദ ഫിത്രിഹിം, ഖബറിലേക്ക് നന്മകൾ കൊണ്ട് സമ്പന്നമാക്കിയ ജീവിതം അതാരംഭിക്കുന്നത് അവരുടെ ഈദോടുകൂടിയാണ്. ഖബറിൽ ആരംഭിക്കും നന്മകൾ കൊണ്ട് ജീവിതം സമ്പന്നമാക്കിയ നോമ്പനുഷ്ഠിച്ച മുഅ്മിനീങ്ങളുടെ ജീവിതം. അതിന്റെ പെരുന്നാൾ ഈദ് ഖബറോടുകൂടി ആരംഭിക്കും. സ്വർഗത്തിൽ അത് നിലക്കാതെ അവർ അനുഭവിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നോമ്പനുഷ്ഠിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. യഥാർത്ഥ ഈദ് ഖബറിൽ, ബർസഖിൽ സ്വർഗീയാനുഭൂതികൾ ആസ്വദിച്ച് നാളെ സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മുടെ റബ്ബിനെ നേർക്കുനേരെ മറയില്ലാതെ കാണുന്ന ആ മഹത്തായ അള്ളാഹുവിനെ നേർക്കുനേരെ കാണുന്ന തിരുമുൽ കാഴ്ച, സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഭൂതി, ആസ്വാദനം, അതാസ്വദിക്കുന്ന ഈദിന്റെ പരിപൂർണതയിൽ അന്ത്യമില്ലാതെ കഴിയുന്ന മഹത്തായ സൗഭാഗ്യം അല്ലാഹു നമുക്ക് കനിയുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുർരിയാതിന ഖുറത അയുനിൻ
واجعلنا للمتقين إماما. اللهم أعز الإسلام والمسلمين في كل مكان وأذل الشرك والمشركين في كل مكان. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. والحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين.